ഹായ് ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ ആരൊക്കെയാണ് ആനയോൺസ്, ആരൊക്കെയാണ് കാറ്റയോൺസ് എന്ന് പരിചയപ്പെട്ടു. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന സോൾട്ടിനകത്ത് ഇനി ആനയോണ് ആരാവാം, ആരാണ് നമുക്ക് കിട്ടിയ ആനയോണ് എന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നമ്മൾ ഇനി പോകുന്നത്. അപ്പോൾ തന്നിരിക്കുന്നതിനകത്ത് കാർബണേറ്റ് ആണോ, നമുക്കറിയില്ല ഏതാണെന്ന്. കാർബണേറ്റ് ആണോ നമുക്കൊന്ന് സംശയമുണ്ട്. അപ്പോൾ നമുക്ക് കാർബണേറ്റ് ആണോ അല്ലയോ എന്ന് എങ്ങനെ നോക്കാം? അപ്പോൾ തന്നിരിക്കുന്ന നേരത്തെ നമ്മൾ പറഞ്ഞു ആനയോൺ ടെസ്റ്റ് ചെയ്യേണ്ട എന്തിലാണ്? സോൾട്ടിലാണ്. അപ്പോൾ നിങ്ങൾ ആ വാച്ച് ഗ്ലാസ്സിന് അടുത്ത് പോയിട്ട് നമ്മൾ അടുത്ത് നിൽക്കുകയല്ലേ, അപ്പോൾ അതിൽ നിന്ന് കുറച്ച് എന്ത് ചെയ്യുക, വാച്ച് ഗ്ലാസ്സിൽ നിന്ന് കുറച്ച് സോൾട്ട് എടുക്കുക. നമ്മൾ ചെയ്യുന്നതായിട്ട് നിങ്ങൾ സങ്കല്പിക്കുക. ആ വാച്ച് ഗ്ലാസ്സിൽ നിന്ന് കുറച്ച് സോൾട്ട് എടുത്ത ശേഷം ടെസ്റ്റ് ട്യൂബിലോട്ട് എടുക്കുക. ടെസ്റ്റ് ട്യൂബിൽ ഇട്ട ശേഷം അതിനകത്ത് കുറച്ച് ഡൈലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് കയ്യിലൊന്ന് വീഴാതെ പതുക്കെ എന്ത് ചെയ്യുക, ടെസ്റ്റ് ട്യൂബിനകത്തോട്ട് ഒഴിക്കുക. ഒഴിക്കുന്ന സമയത്ത് രണ്ടും കൂടെ മീറ്റ് ചെയ്യുമല്ലോ. രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുന്ന സമയത്ത് ഒരു ബ്രിസ്ക് എവർവസൻസ്, ചെറിയൊരു കുമിള വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. നോക്കുക, അതിനകത്തൊരു ബ്രിസ്ക് എവർവസൻസ് കുമിള വരുന്നുണ്ട് എങ്കിൽ അതിനകത്ത് ആരുണ്ട്? കാർബണേറ്റ് ഉണ്ട്. ഇനി കുമിള വരുന്നില്ല എങ്കിൽ അതിനകത്ത് ആരില്ല? കാർബണേറ്റ് ഇല്ല. അപ്പോൾ കാർബണേറ്റിൻ്റെ ഐഡന്റിഫിക്കേഷൻ ഓക്കെ അല്ലേ? അപ്പോൾ കുമിള വെച്ചാണ് നമ്മൾ ആ ബബിൾ, അതായത് ആ ഒരു ബ്രിസ്ക് എവർവസൻസ് വെച്ചാണ് നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നത്, കാർബണേറ്റ് ആണോ അല്ലേ എന്ന് കൺഫേം ചെയ്യുന്നത്. അപ്പോൾ കാർബണേറ്റ് അല്ല. അപ്പോൾ നമുക്ക് അടുത്ത സോൾട്ട് ഉണ്ടോ നോക്കാം. അടുത്ത ആരാണ്? അസറ്റേറ്റ്. അപ്പോൾ തന്നിരിക്കുന്ന സോൾട്ടിൽ നിന്ന് നമ്മൾ ടെസ്റ്റ് ട്യൂബിനകത്തല്ല എടുക്കാൻ പോകുന്നത്. എന്തിനാണ്? വേറൊരു വാച്ച് ഗ്ലാസ് എടുക്കുക. അതിനകത്തോട്ട് ഈ കുറച്ച് സോൾട്ട് എടുത്തിട്ട് ഡൈലൂട്ട് സൾഫ്യൂരിക് ആസിഡ്, ഓർമ്മിക്കുക നമ്മൾ റബ്ബ് ചെയ്താണ് നോക്കാൻ പോകുന്നത്. അസറ്റേറ്റ് വിനീഗറിലേക്ക് സ്മെല്ലാണ്. അതുകൊണ്ട് എടുക്കുന്ന ആസിഡ് കോൺസെൻട്രേറ്റ് എടുക്കരുത്. ചിലവർ കൈ കൊണ്ട് നമ്മുടെ ഈ ഫിംഗേഴ്സ് കൊണ്ട് അതിനെ റബ്ബ് ചെയ്ത് സ്മെല്ല് ചെയ്യുന്നവരുണ്ട്. ചിലവർ ഡൈലൂട്ടായിട്ട് ഒഴിച്ചിട്ട് ഗ്ലാസ് റോഡ് കൊണ്ട് എന്ത് ചെയ്യുന്നത്, റബ്ബ് ചെയ്യുന്നവരുണ്ട്. അപ്പം എടുക്കുന്ന ആസിഡ് ഒരിക്കലും കോൺസെൻട്രേറ്റ് ആവരുത്. അറിയാമല്ലോ, അബദ്ധവശാൽ കയ്യിലാറ്റ ഡൈലൂട്ട് അല്ല, പകരം കോൺസെൻട്രേറ്റ് ആണെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ഡൈലൂട്ട് സൾഫ്യൂരിക് ആസിഡ് പതിയെ എന്ത് ചെയ്യുക, ആ സോൾട്ടിലോട്ട് ഒഴിച്ച ശേഷം ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്തിട്ട് ഒന്ന് എന്ത് ചെയ്യുക, സ്മെല്ല് ചെയ്ത് നോക്കുക. ഒരു വിനീഗർ ലൈക്ക് സ്മെല്ല് നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് ആരുണ്ട്? അസറ്റേറ്റ് ഉണ്ട്. ചിലപ്പോൾ നമ്മുടെ സ്മെല്ല് നമുക്ക് വിനീഗർ ലൈക്ക് സ്മെല്ല് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയില്ല എന്നിരിക്കട്ടെ. അപ്പോൾ നമ്മൾ ടെൻഷൻ അടിക്കണ്ട. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ചിലപ്പോൾ അതിനകത്ത് തന്ന സോൾട്ടിനകത്ത് ചിലപ്പോൾ അസറ്റേറ്റ് ആണെങ്കിലോ, അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതിനകത്ത് സ്മെല്ല് ഇല്ലല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ അടുത്ത സോൾട്ടിലോട്ട് പോകും. അപ്പോൾ അതിന് മുന്നേ ചിലപ്പോൾ ചിലർക്ക് ആ മണം വെച്ച് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ ഒന്ന് നിങ്ങൾ കൺഫേം ചെയ്തിട്ട് പോവുക. അത് കൺഫേം ചെയ്യാൻ വേറെ ഒന്നുമില്ല, നമ്മൾ കൺഫേം ചെയ്യുന്നത് സോൾട്ട് സൊല്യൂഷനിലാണ്, അല്ലെങ്കിൽ സോൾട്ട് ഇട്ടാലും മതി. ആ സോൾട്ടിനകത്ത് അല്ലെങ്കിൽ ആ സോൾട്ട് സൊല്യൂഷനകത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ന്യൂട്രൽ ഫെറിക് ക്ലോറൈഡ് ഒന്ന് ആഡ് ചെയ്ത് നോക്കുക. അപ്പം ന്യൂട്രൽ ഫെറിക് ക്ലോറൈഡ് സൊല്യൂഷൻ അവിടെ തൊട്ടടുത്ത് എവിടെയും കാണും. അവിടെ നിന്ന് എടുത്തുകൊണ്ട് എന്ത് ചെയ്യുക, അതിനകത്ത് ജസ്റ്റ് ഒന്ന് ഒഴിച്ചു നോക്കുക. ഈ ന്യൂട്രൽ ഫെറിക് ക്ലോറൈഡ് സൊല്യൂഷൻ നമ്മുടെ സോൾട്ട് സൊല്യൂഷനുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ ഒരു റെഡിഷ് ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ് കിട്ടിയാൽ ഉറപ്പിക്കാം ആരുണ്ട്? അസറ്റേറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ സ്മെല്ല് വെച്ച് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്തവർക്കാണ്, അതായത് ഐഡന്റിഫൈ ചെയ്താൽ ഓക്കെ ഉണ്ടെന്ന് കൺഫേം ചെയ്യാം, അസറ്റേറ്റ് ആണ്. ഇനി നമുക്ക് സ്മെല്ല് അറിയാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരണ്ട. ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറയുന്ന സോൾട്ട് സൊല്യൂഷനകത്തോട്ട് എന്ത് ചെയ്യുക, ന്യൂട്രൽ ഫെറിക് ക്ലോറൈഡ് എന്ത് ചെയ്യുക, ആഡ് ചെയ്ത് നോക്കുമ്പോൾ ഒരു റെഡിഷ് ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ് കിട്ടിയാൽ ഉറപ്പിക്കാം ആരുണ്ട്? അസറ്റേറ്റ് ഉണ്ട്. ഇനി അതിൽ നമുക്കില്ല, അപ്പം നമുക്ക് സ്മെല്ല് വെച്ച് അറിഞ്ഞില്ല, ഇത് ഒഴിച്ചപ്പോഴും അറിഞ്ഞില്ല, നമ്മൾ നേരെ എങ്ങോട്ട് പോവുക, അടുത്ത ടെസ്റ്റിലോട്ട് പോവുക. ഓക്കെ, അപ്പോൾ അടുത്ത് നമ്മൾ എന്ത് ചെയ്യണം, ക്ലോറൈഡ് ആണോ നോക്കുക അല്ലേ. ഇനി അടുത്ത ആരാണ്? ക്ലോറൈഡ് ആണോ നമുക്ക് നോക്കാൻ പോവുകയാണ്. അപ്പോൾ തന്നിരിക്കുന്ന ബാക്കി നമ്മൾ നേരത്തെ എടുത്തതിനെ മാറ്റിയിട്ട് വീണ്ടും കുറച്ച് സോൾട്ട് എടുക്കുക. അതിനകത്ത് കോൺസെൻട്രേറ്റ് സൾഫ്യൂരിക് ആസിഡ് എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. അപ്പോൾ നമുക്കൊരു ഡെൻസ് വൈറ്റ് ഫ്യൂംസ് ഫോം ചെയ്യും. പക്ഷേ കുറച്ചുകൂടെ ഒന്ന് കൺഫേം ചെയ്ത് അറിയുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, ഈ NH4OH, അതായത് അമോണിയ ഹൈഡ്രോക്സൈഡിൽ മുക്കിയ ഒരു ഗ്ലാസ് റോഡ് ആ ടെസ്റ്റ് ട്യൂബിന്റെ മൗത്തിൽ എന്ത് ചെയ്യുമെന്ന് കാണിച്ചു കൊടുക്കുക. ഓക്കെ, ഒന്നുകൂടെ പറയാം. നമ്മൾ നേരത്തെ കുറച്ച് സോൾട്ട് എടുത്ത് ടെസ്റ്റ് ട്യൂബിനകത്തോട്ട് ഇടുക, എന്നിട്ട് കോൺസെൻട്രേറ്റ് സൾഫ്യൂരിക് ആസിഡ് ഒഴിച്ചു വെക്കുക. അപ്പോൾ ഒരു ഡെൻസ്, ഒരു കട്ടിയുള്ള ഒരു വെളുത്ത ഫ്യൂം മുകളിലോട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാം. പക്ഷെ അത് ചെറുതായിട്ടാണ് വരുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ NH4OH അമോണിയം ഹൈഡ്രോക്സൈഡിൽ മുക്കിയ ഒരു ഗ്ലാസ് റോഡ് ആ ടെസ്റ്റ് ട്യൂബിന്റെ മൗത്തിൽ കാണിക്കുമ്പോൾ ഈ ഡെൻസ് ഫ്യൂം കട്ടിക്ക് വീണ്ടും നന്നായിട്ട് വരുന്നെങ്കിൽ ഉറപ്പിക്കുക അതിനകത്ത് ആരുണ്ട്? ക്ലോറൈഡ് ഉണ്ട്. ഇനി നമ്മൾ നോക്കുന്നു, അതിനകത്ത് ഡെൻസ് വൈറ്റ് ഫ്യൂമേ ഇല്ല. ഓക്കെ,
ടെൻഷൻ അടിക്കേണ്ട, അതിനകത്ത് ആരില്ല, ക്ലോറൈഡ് ഇല്ല. അടുത്തതിലോട്ട് പോവാം. അപ്പൊ അടുത്ത ആരായിരിക്കാം? നൈട്രേറ്റ് ഉണ്ടാകാൻ നമ്മൾ നോക്കാൻ പോകണം. ആരാണ്? നൈട്രേറ്റ്. ഈ നൈട്രേറ്റ് ഉണ്ടാകാൻ നോക്കുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ആ സോൾട്ടിനെ ടെസ്റ്റ് ട്യൂബിനകത്ത് എടുത്ത് കുറച്ച് സോൾട്ടിനെ എടുത്ത് എന്ത് ചെയ്യുക, ടെസ്റ്റ് ട്യൂബിനകത്ത് ആഡ് ചെയ്യുക. അതിനുശേഷം കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ഒഴിച്ച് ഒന്ന് ജസ്റ്റ് ചൂടാക്കി നോക്കുക. അപ്പൊ നമുക്കറിയാം ഈ നൈട്രേറ്റിന്റെ ടെസ്റ്റ് ബ്രൗൺ റിംഗ് ടെസ്റ്റ് ആണ് അല്ലേ. നൈട്രേറ്റ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ബ്രൗൺ റിംഗ് ടെസ്റ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ചെയ്ത് നോക്കുന്നത്. അപ്പോൾ ഈ സോൾട്ട് എടുത്ത് സൾഫ്യൂരിക് ആസിഡ്, കോൺസെൻട്രേറ്റ് സൾഫ്യൂരിക് ആസിഡ് ചൂടാക്കി നോക്കിയിട്ട് നമുക്ക് ആദ്യം ഒന്ന് പേപ്പർ ബോൾ ടെസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ. അപ്പം ചെറിയ ന്യൂസ് പേപ്പറിന്റെ ചെറിയൊരു കഷ്ണം എടുത്ത് പതുക്കെ എന്ത് ചെയ്യുക, ചെറിയൊരു ബോൾ ആക്കിയിട്ട് ഈ ചൂടാക്കി വെച്ച ടെസ്റ്റ് ട്യൂബിനകത്തോട്ട് ഇടുക. ഓക്കെ, ഇടുന്ന സമയത്ത് ഒരു ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ്, ഒരു ഫ്യൂം, ടെസ്റ്റ് ട്യൂബിന്റെ സൈഡിൽ ഒരു ബ്രൗൺ ഫ്യൂം ഇങ്ങനെ വന്നാൽ നമുക്ക് മനസ്സിലാക്കാം അതിനകത്ത് ആരുണ്ട്, നൈട്രേറ്റ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു ചെറിയ ഫ്യൂം നമുക്ക് ഫീൽ ചെയ്യുന്നതായിട്ട് തോന്നിയാൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതിനകത്ത് നൈട്രേറ്റ് ആണോ എന്ന് കൺഫ്യൂഷൻ വരണ്ട, നേരെ നമുക്ക് കൺഫേം ചെയ്യാം. കൺഫർമേഷൻ ടെസ്റ്റിനകത്ത് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നൈട്രേറ്റിന്റെ കൺഫർമേഷൻ ടെസ്റ്റ് ആണ് ബ്രൗൺ റിംഗ് ടെസ്റ്റ്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ 2 ടെസ്റ്റ് ട്യൂബ് എടുക്കണം. ഓക്കെ, അപ്പോൾ 2 ടെസ്റ്റ് ട്യൂബ് എടുക്കുക. അതിനകത്ത് ഒന്നിനകത്ത് ഒരു ഫ്രഷ്ലി പ്രിപ്പയർ ആയിട്ട് നമ്മൾ അപ്പോൾ തന്നെ എന്ത് ചെയ്യുക, ഫെറസ് സൾഫേറ്റ് സോൾട്ട് എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി വയ്ക്കുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം, മറ്റേ ടെസ്റ്റ് ട്യൂബിനകത്ത് സോൾട്ട് സൊല്യൂഷൻ എന്ത് ചെയ്യുക, കുറച്ച് പ്രിപ്പയർ ചെയ്യുക. അപ്പോഴേ കുറച്ച് സോൾട്ട് സൊല്യൂഷൻ ഉണ്ടാക്കുക. കുറച്ച് സോൾട്ട് എടുത്തിട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ട് എന്ത് ചെയ്യുക, ഷേക്ക് ചെയ്ത് സൊല്യൂഷൻ ആക്കി വെക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് ഫ്രഷ്ലി പ്രിപ്പയർഡ് ഫെറസ് സൾഫേറ്റ്, നമ്മുടെ സോൾട്ട് സൊല്യൂഷൻ, പിന്നെ ആരെ കൂടെ ആഡ് ചെയ്യണം, സൾഫ്യൂരിക് ആസിഡിനെ. അപ്പൊ നമ്മൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്ത് നിൽക്കണ്ട. അപ്പൊ നിങ്ങൾ എളുപ്പവഴി എന്ന് പറഞ്ഞാൽ സോൾട്ട് സൊല്യൂഷൻ നമ്മൾ ഉണ്ടാക്കി വെച്ചല്ലോ, അതിനകത്ത് ഈ കോൺസെൻട്രേറ്റ് സൾഫ്യൂരിക് ആസിഡ് കുറച്ച് ഒഴിച്ചിട്ട് ഒരു ലെയർ പോലെ ഉണ്ടാക്കി വെക്കുക. എന്നിട്ട് പെട്ടെന്ന് എന്ത് ചെയ്യുക, ഈ നമ്മൾ നേരത്തെ തൊട്ട് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച ഫ്രഷ്ലി പ്രിപ്പയർഡ് ഫെറസ് സൾഫേറ്റ് അതിനകത്തോട്ട് പതുക്കെ ഒരു സൈഡ് വൈസ് ആയിട്ട് ഒഴിക്കുമ്പോൾ ഈ സോൾട്ട് സൊല്യൂഷനും സൾഫ്യൂരിക് ആസിഡും തമ്മിൽ കമ്പൈൻ ചെയ്തിരിക്കുകയല്ലേ, അതും ഈ ഒഴിക്കുന്ന ഫ്രഷ്ലി പ്രിപ്പയർഡ് ഫെറസ് സൾഫേറ്റും കൂടെ തമ്മിൽ മീറ്റ് ചെയ്യുമ്പോൾ ഒരു ബ്രൗൺ റിംഗ്, പെട്ടെന്ന് വരത്തില്ല, പതിയെ രണ്ടും കൂടെ മീറ്റ് ചെയ്യുമ്പോൾ പതിയെ 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 എന്ത് ചെയ്യുന്ന ഒരു ബ്രൗൺ റിംഗ് കാണുന്നെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം അതിനകത്ത് ആരുണ്ട്, നൈട്രേറ്റ് ഉണ്ട്. അപ്പോൾ ഓരോ ടെസ്റ്റുകളും ചെയ്ത് അതുകൊണ്ട് ഇതില്ല അങ്ങനെ പറഞ്ഞ് നമ്മൾ നോക്കി വന്ന് ഓരോ ടെസ്റ്റിനകത്തും ഏതെങ്കിലും നമ്മൾ തന്നിരിക്കുന്നതിനകത്ത് ഏതെങ്കിലും ആനയോണ് കാണുമല്ലോ. അപ്പം ആനയോണ് ഉണ്ടെങ്കിൽ അതിന്റെ കൺഫർമേഷനിലോട്ട് നമ്മൾ എന്ത് ചെയ്യണം, പോകണം. അപ്പൊ നമ്മൾ ആദ്യമേ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ആനയോണ്, നമ്മൾ ആദ്യം പറഞ്ഞ ആനയോൺ ഏതാണ്, കാർബണേറ്റ് ആണെങ്കിൽ നമ്മൾ പിന്നെ ബാക്കിയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ അതിന്റെ എന്തിലോട്ട് പോയാൽ മതി, കൺഫർമേഷൻ ചെയ്തിട്ട് പിന്നെ അടുത്ത തന്നെ കാറ്റയോൺ കൊണ്ടിരിക്കാൻ പോയാൽ മതി. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഓരോന്നും ചെയ്ത് എന്ത് ചെയ്യണം, വരണം. ഓക്കെ അല്ലേ?